നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം 9ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിനു മുന്നേ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്കൻഡ് യൂണിറ്റ് വിൻഡ്സ് ഓഫ് ചേഞ്ച് ആണ്. എന്താണ്? മാറ്റത്തിൻ്റെ കാറ്റ്. അതാണ് യൂണിറ്റിൻ്റെ പേര്. ആദ്യം നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി, നോളജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ, ഐ റിയലൈസ് എ സ്മാൾ എയിം ഈസ് എ ക്രൈം. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ നേഷനെ മറക്കാൻ പാടില്ല. നമ്മൾ എന്ത് ടെക്നോളജി അതുപോലെ എന്ത് അറിവ് നേടിയെടുത്താലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഇന്ത്യയിലെ ഒരു പൗരനാണ്, അല്ലെങ്കിൽ നേഷനോട് നമ്മുടെ ഇന്ത്യയോടുള്ള കടപ്പാട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ വേണ്ടി പാടില്ല. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അവിടെ നമുക്കൊരു കാർട്ടൂൺ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അമ്മ ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ്? നീ എന്താ സ്വപ്നം കാണുന്നതെന്ന് മകളോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഡ്രീമിങ് ഓഫ് മൈ ഡ്രീംസ്. എൻ്റെ സ്വപ്നങ്ങളെ പറ്റി ഞാൻ എന്ത് ചെയ്യാണ്? സ്വപ്നം കാണുകയാണെന്ന് അമ്മയോട് പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഡ്രീംസ് റിയലൈസ്ഡ്. എന്താണ് ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡ്രീംസ്? എന്താ? സ്വപ്നങ്ങൾ അല്ലേ? റിയലൈസ്ഡ് തിരിച്ചറിയുക. നമ്മൾ നമ്മുടെ സ്വപ്നത്തെ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. അതാണ് ചാപ്റ്ററിൻ്റെ പേര്. Gandhiji was passionate about achieving independence for our motherland. He spared no effort for this. Here is an account of Gandhiji's tour of England, during which he explains his idea of a free India. Read on. എന്താണ്? ഗാന്ധിജി വാസ് പാഷനേറ്റ് അബൌട്ട് അച്ചീവിങ് ഇൻഡിപെൻഡൻസ് ഫോർ അവർ മദർലാൻഡ്. ഗാന്ധിജി ആവേശം നിറച്ചൊരു കാര്യമാണ് എന്ത്? ഇൻഡിപെൻഡൻസ് ഓഫ് ഹർ മദർലാൻഡ്. നമ്മുടെ മദർലാൻഡായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഹി സ്പെയർഡ് നോ എഫേർട്ട് ഫോർ ദിസ്. സ്പെയർഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്താണ്? ഒരുപാട് എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ഗാന്ധിജീസ് ടൂർ ഓഫ് ഇംഗ്ലണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു ടൂറിനെ പറ്റിയാണ്. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു യാത്രയെ പറ്റിയാണ്. ഓക്കെ. ഡ്യൂറിങ് വിച്ച് ഹി എക്സ്പ്ലെയിൻസ് ഹിസ് ഐഡിയ ഓഫ് എ ഫ്രീ ഇന്ത്യ. എന്തിനു വേണ്ടി? ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ അദ്ദേഹം എങ്ങോട്ട് പോകുന്നത്? ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഒരു യാത്രയെ പറ്റിയിട്ടാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് ആരാണ് എഴുതിയത്? മഹാദേവ് ദേശായി. ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. മഹാദേവ് Haribhai Desai, born on 1st January 1892, was an Indian independence activist, scholar and writer, best remembered as Mahatma Gandhi's personal secretary. He has variously been described as Gandhi's Boswell, a Plato to Gandhi's Socrates, or an Ananda to Gandhi's Buddha. Mahadev Desai was an outstanding writer at ease with Gujarati, Bengali and English. He is highly regarded as a translator and writer in Gujarati. He wrote several biographies such as Adya Sabunand, Sant Francis, Vir Vallabhai and B. Khudai Khidmatkar, which was a biography of Khan Abdul Ghaffar Khan and his brother. He was also a regular contributor to Gandhi's publications Young India, Navjeevan and the Harijan Bandhu. He died on 15th August 1942 and was posthumously awarded the Sahitya Academy Award in 1955. അപ്പം മഹാദേവ് ദേശായിയെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ ആക്ടിവിസ്റ്റാണ്, അതുപോലെ സ്കോളറാണ്, റൈറ്ററാണ്. പിന്നെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്? അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ്. അതുപോലെ പല പല പേരുകൾ അദ്ദേഹത്തിനുണ്ട്. എന്താണ്? ഗാന്ധീസ് ബോസ്വെൽ എന്നും, എ പ്ലേറ്റോ ടു ഗാന്ധീസ് സോക്രട്ടീസ് എന്നും, അനന്ത ടു ഗാന്ധീസ് ബുദ്ധ എന്നും ഒക്കെ മഹാദേവ് ദേശായി അറിയപ്പെടുന്നുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? അദ്ദേഹം ഗുജറാത്തിയിലും ബംഗാളിലും ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്ററാണ്.
പരിഭാഷകനാണ്. പിന്നെ ബയോഗ്രഫീസ്, അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ ബയോഗ്രഫീസൊക്കെ എഴുതിയിട്ടുണ്ട്. ബയോഗ്രഫീസ് എന്താണ്? ജീവചരിത്രം. ഒരുപാട് ആൾക്കാരുടെ ജീവചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സാൻ ഫ്രാൻസിസ്, വീർ വല്ലഭായി, അന്ത്യ സദുനന്ദ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഹി വാസ് ആൾസോ എ റെഗുലർ കോൺട്രിബ്യൂട്ടർ ടു ഗാന്ധീസ് പബ്ലിക്കേഷൻ. അതുപോലെ ഗാന്ധിയുടെ പബ്ലിക്കേഷൻസായ യങ് ഇന്ത്യ, നവജീവനും, ഹരിജൻ ബന്ധുവിലൊക്കെ ഒരു റെഗുലർ കോൺട്രിബ്യൂട്ടർ കൂടിയായിരുന്നു. ആരെന്ന് പറയുന്നത്? മഹാദേവ് ദേശായി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം മരിച്ചത് ആഗസ്റ്റ് 1942. അതിനുശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പോസ്റ്റ്മസ്ലി അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 1955 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. മരണശേഷം അവാർഡ് കിട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പോസ്റ്റ്മസ്ലി എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഓഥറിനെ പറ്റിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, മഹാദേവ് ദേശായി എന്താണ്? പേഴ്സണൽ സെക്രട്ടറി, ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നറിയപ്പെടും. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം എല്ലാവരും. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം. ഡ്രീംസ് റിയലൈസ്ഡ്. മഹാദേവ് ദേശായി എന്താണ്? സ്വപ്നങ്ങളെ തിരിച്ചറിയുക. ഫസ്റ്റ് പാരഗ്രാഫ്. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, Gandhiji attended many meetings that were organized to honor him. The students of France organized a reception for the spiritual ambassador of India. They welcomed him as on bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe. In his reply, Gandhiji addressed them as friends and fellow students. Since I visited France as a student to see the exhibition at Paris in 1890, I have learned something of the traditions of your country and of the teachings of Rousseau and Victor Hugo. Now, on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് എന്നാണ്? അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. അപ്പം ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ദാറ്റ് വെയർ ഓർഗനൈസ്ഡ് ടു ഹോണർ ഹിം. ഹോണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരിക്കുക. അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരുപാട് മീറ്റിംഗ്സിൽ അദ്ദേഹം പങ്കെടുത്തു. The students of France organized a reception for the spiritual ambassador of India. ഫ്രാൻസിലെ കുട്ടികളെല്ലാം കൂടെ ഒരു പ്രോഗ്രാം നടത്തി. ആർക്ക് വേണ്ടി? സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മീയ രാജ്യ പ്രതിനിധിയായിട്ടുള്ള ഗാന്ധിജി. സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്നിവിടെ പറയുന്നത് ഗാന്ധിജിയാണ്. എന്താണ്? ഇന്ത്യയുടെ ആത്മീയ രാജ്യ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തി. They welcomed him as on bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe. അദ്ദേഹത്തെ അവർ എങ്ങനെയാണ് വെൽക്കം ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയപ്പെട്ടത്? ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണത്തിനെതിരെ വെട്ടം എത്തിച്ച ആളെന്നുള്ള നിലയിലും, അല്ലെങ്കിൽ ചൂഷണത്തിനെതിരെ എന്ത് ചെയ്ത ശബ്ദമുയർത്തിയ ആളെന്ന നിലയിലും, അതുപോലെ ആക്ടിങ് ആസ് എ ഹീലിംഗ് ബാം ടു ദ വിയറി വാർ യൂറോപ്പ്. ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുന്നു. നമ്മൾ ബാം പുരട്ടുന്നത് സുഖപ്പെടുത്താനാണല്ലോ. അപ്പം ആ ഒരു മുറിവ് സുഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരാളായിട്ടോ അങ്ങനെയൊക്കെയാണ് ആരെ വെൽക്കം ചെയ്തത്? നമ്മുടെ ഗാന്ധിജിയെ വെൽക്കം ചെയ്തത്. ഇൻ ഹിസ് റിപ്ലൈ ഗാന്ധിജി അഡ്രസ്ഡ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. മറുപടി പ്രസംഗത്തിൽ ഗാന്ധിജി എന്താണ്? അവരെ കൂട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത്. സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ഇൻ 1890. ഞാൻ ഫ്രാൻസിൽ വരുന്നത് ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ്. എപ്പോൾ? ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി 1890 ഞാൻ ഫ്രാൻസിൽ ആദ്യം വരുന്നത്. ഐ ഹാവ് ലേൺ സംതിങ് ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് അവർ കൺട്രി. അതുപോലെ ഈ രാജ്യത്തിൻ്റെ ട്രഡീഷൻസൊക്കെ ഞാൻ പഠിച്ചത് ആരുടെ ബുക്കുകളിൽ നിന്നാണ്? ആൻഡ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. റൂസോയും വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നത് 2 റൈറ്റേഴ്സാണ്. അപ്പം അവരുടെ ബുക്കുകളിൽ നിന്നാണ് ഞാൻ
ഈ രാജ്യത്തിൻ്റെ ട്രഡീഷൻസൊക്കെ മനസ്സിലാക്കിയത്. നൗ ഓൺ മൈ എൻറ്ററിങ് അപ്പോൺ മൈ മിഷൻ, മൈ വെരി ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യ, ഇറ്റ് ഹേർട്ടൻസ് മീ ടു ഫൈൻഡ് എ വെൽക്കമിങ് ഫ്രം യു. അപ്പം ഞാനിപ്പോൾ എന്താണ്, എൻ്റെ ഒരു മിഷനിലാണ്. ആ മിഷൻ എന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം ആ മിഷന് ഞാൻ വേണ്ടിയിട്ട് എന്ത് ഡിഫിക്കൽട്ടി ഞാൻ ഏറ്റെടുക്കും. അതുപോലെ തന്നെ ആ ഡിഫിക്കൽട്ടി ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ് എന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണെന്ന് അദ്ദേഹം പറയുകയാണ്. Second paragraph. He expounded the message of non-violence to the youth. He explained that non-violence was no weapon of the weak but the strongest. Thus, that strength was not mere strength of muscle. To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. To kill and to be killed fighting an enemy are acts of bravery, but to stand the blows of your adversaries and not to retaliate is a greater form of bravery. That is precisely what India has been training herself for. എന്നാണ് ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ്. എക്സ്പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്തിനെപ്പറ്റി? നോൺ വയലൻസ്, അഹിംസയെ പറ്റി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഗാന്ധിജിയുടെ ഫോളോ അപ്പ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്നത്, സമാധാനപരമായിട്ടുള്ള ഇടപെടൽ. ടു ദ യൂത്ത്, ആരോട്? കുട്ടികളോട്. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് നോൺ വയലൻസ് വാസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ദ സ്ട്രോങ്ങസ്റ്റ്. അഹിംസ എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഒരു ആയുധങ്ങളും തന്നെ ഇല്ല. ആയുധങ്ങളില്ലാത്തത് കൊണ്ട് അതെന്തല്ല, വീക്ക് അല്ല, അത് വീക്കല്ല എന്നാണ് പറയുന്നത്. അതാണ് എന്ത് ഏറ്റവും വലിയ സ്ട്രോങ്. ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽസ്. മസിൽസിൻ്റെ സ്ട്രെങ്തിനെക്കാളും അല്ലെങ്കിൽ കൈക്കരുത്തിനെക്കാളും ബലമുള്ളത് എന്താണ്? അഹിംസ എന്ന് പറയുന്നതാണ്. ടു എ നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത് ഓഫ് മസിൽ ഈസ് നോട്ട് നെസസറി. അഹിംസ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സമാധാനപരമായിട്ട് നിലനിൽക്കുന്ന ഒരാൾക്ക് എന്താണ്? സ്ട്രെങ്ത് ഓഫ് മസിൽസ് നെസസറി അല്ല. മസിലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യം അല്ല. എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യം? ബട്ട് എ സ്ട്രോങ് ഹേർട്ട് ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹൃദയമാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യം, ആവശ്യമായിട്ടുള്ള കാര്യം. ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് ആൻ എനിമി ആർ ആക്ട്സ് ഓഫ് ബ്രേവറി. നമ്മൾ പറയും, നമ്മൾ കൊല്ലുന്നതും അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതും എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു ധൈര്യത്തിൻ്റെ ബ്രേവറി, ധൈര്യമാണെന്നൊക്കെ നമ്മൾ പറയും. ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് നോട്ട് ടു റീറ്റേലിയേറ്റ് ഈസ് എ ഗ്രേറ്റർ ഫോം ഓഫ് ബ്രേവറി. അഡ്വേഴ്സറീസ് എന്ന് പറഞ്ഞാൽ എതിരാളി, റീറ്റേലിയേറ്റ് എന്ന് പറഞ്ഞാൽ പകരം വീട്ടുക. അപ്പം എതിരാളിയോട് പകരം വീട്ടുക എന്ന് പറയുന്നത് ഒരു ധൈര്യമാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. പക്ഷേ അതെന്തല്ല. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായി. പക്ഷേ ഇന്ത്യയെ ട്രെയിൻ ചെയ്യിക്കുന്നത് എന്തിനല്ല? ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ല. പിന്നെ എന്തിനാണ്? അഹിംസ ഫോളോ ചെയ്യാനാണ്, അല്ലെങ്കിൽ നോൺ വയലൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഇനി തേർഡ് പാരഗ്രാഫ്. ഇൻ നൺ ഓഫ് ഹിസ് സ്പീച്ചസ് ഹി ബ്രൗട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. ഹി സെഡ് റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് not in packing the brain with facts and figures, not in passing examinations by reading numerous books, but in developing character. I can say that if you explore the possibilities of non-violence, you will find that without character it will prove a profitless study. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. എന്താണ്? ഇൻ നൺ ഓഫ് ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, ഹി ബ്രൗട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. എന്തിനെപ്പറ്റി പറയുകയുണ്ടായി? വിദ്യാഭ്യാസവും അതുപോലെ അഹിംസയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. ഹി സെഡ്, അദ്ദേഹം പറയുകയാണ്, റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മുടെ തലച്ചോറിലേക്ക് ഒരുപാട് ഫാക്ട്സുകളും സിദ്ധാന്തങ്ങളും അതുപോലെ പടങ്ങളും ഫിഗേഴ്സും ഒക്കെ കുത്തി നിറയ്ക്കുന്നതല്ല. പിന്നെ എന്താണ്? നോട്ട് ഇൻ പാസിങ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ്. അതുപോലെ ഒരുപാട് ബുക്കുകൾ നമ്മൾ വായിച്ച് എക്സാം പാസ്സാകുക എന്ന് പറയുന്നതുമല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. പിന്നെ എന്താണ്? ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ. ഒരു നല്ല ക്യാരക്ടർ, നല്ല സ്വഭാവം ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് യു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് നോൺ വയലൻസ്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന ചെയ്യുക എന്നാണ്. എന്താണ്? ആ നോൺ വയലൻസ്, അഹിംസയെ പറ്റി
പറ്റി കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് യഥാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസം. യു വിൽ ഫൈൻഡ് ദാറ്റ് വിത്തൗട്ട് ക്യാരക്ടർ ഇറ്റ് വിൽ പ്രൂവ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി. ഒരു നല്ല ക്യാരക്ടർ ഇല്ല എങ്കിൽ, ഒരു നല്ല സ്വഭാവമുള്ള കുട്ടി അല്ല അതെങ്കിൽ എന്താണ് ആ സ്റ്റഡി കൊണ്ട് ഒരു പ്രയോജനവും, ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇൻ എ മൂവ്മെൻറ്റ് such as we are conducting in India, we need the intellectual sympathy of the whole world. എന്താണ് ഇൻ എ മൂവ്മെൻറ്റ് സച്ച് വി ആർ കണ്ടക്ടിങ് ഇൻ ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലൊരു ഇങ്ങനൊരു കാര്യം എത്തിക്കുമ്പോൾ വി നീഡ് ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഹോൾ വേൾഡിൻ്റെ ഇൻ്റലക്ച്വൽ സിമ്പതി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കാഴ്ചപ്പാട് എന്ത് ചെയ്യാണ്, ഈ ലോകത്ത് മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി ഒരു ബുദ്ധിപരമായ കാഴ്ചപ്പാട് നിലനിൽക്കുകയാണ്. ഇനി 4th പാരഗ്രാഫ്. സ്കോർസ് ഓഫ് ലെറ്റേഴ്സ് came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. Old friends who knew him years ago as a young student turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. Scores of letters came to Gandhiji. ഒരുപാട് കത്തുകളൊക്കെ ഗാന്ധിജിക്ക് വരാൻ തുടങ്ങി. എന്താണ്, ബ്രിട്ടനിൽ നിന്നും അതുപോലെ ബ്രിട്ടനിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് കത്തുകൾ അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. എന്തിനാണ്? വെൽക്കമിങ് ഹിം ആൻഡ് എക്സ്പ്രസിങ് സിമ്പതി ഫോർ ഹിസ് മിഷൻ. അദ്ദേഹത്തിനെ സ്വീകരിച്ചുകൊണ്ട്, വെൽക്കം ചെയ്തുകൊണ്ട് ഒരുപാട് കത്തുകൾ അദ്ദേഹത്തിന് വരാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ, ഓൾഡ് ഫ്രണ്ട്സ് ഹു ന്യൂ ഹിം ഇയേഴ്സ് അഗോ ആസ് എ യങ് സ്റ്റുഡൻറ്റ്, അദ്ദേഹം എവിടെയാണ് പഠിച്ചത്? ഇംഗ്ലണ്ടിലാണ് പഠിച്ചത്. അപ്പം അവിടെയുള്ള പഴയ ഫ്രണ്ട്സൊക്കെ ആ പുതിയ സൗഹൃദങ്ങൾ റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതുക്കാനൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അവരൊക്കെ ഇപ്പം എന്താണ്, സിവിൽ സർവൻസ് ആണ്. ഇപ്പം അവരൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാണ്. അപ്പോൾ അവരൊക്കെ ആ പഴയ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരുപാട് ലെറ്റേഴ്സൊക്കെ അദ്ദേഹത്തിന് വരാനായിട്ട് തുടങ്ങി. ഇനി 5th പാരഗ്രാഫ്. Even celebrities who had heard about him were eager to meet him in person. Perhaps few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was, but as soon as he was told that Mr. Chaplin came from the people and lived for the people and that he had made millions laugh, he agreed to meet him. അപ്പം അവൻ സെലിബ്രിറ്റീസൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി, അതുപോലെ കാണാൻ വരാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ആര് ഗാന്ധിജിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്? ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. ഹി ഇന്നസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം ഇന്നസെൻ്റായിട്ട്, അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ചാർലി ചാപ്ലിൻ എന്ന്. അദ്ദേഹം ചോദിക്കുകയാണ് ആരാ ചാർലി ചാപ്ലിൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്താണ്, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വന്ന് സാധാരണ മനുഷ്യരുടെ കൂടെ നിന്ന് അവരെ ചിരിപ്പിച്ച, കോടിക്കണക്കിന് ആൾക്കാരെ ചിരിപ്പിച്ച, ഇപ്പോഴും അവരോടൊപ്പം നിലകൊള്ളുന്ന ഒരാളാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ കാണാമെന്ന് ഗാന്ധിജി സമ്മതിക്കുകയും ചെയ്തു. ചാപ്ലിൻ ഹാഡ് എവിഡൻറ്റ്ലി ഹിയർഡ് ഓഫ് ഗാന്ധിജി spinning wheel, and the very first question he asked was why Gandhiji was against machinery. The question delighted Gandhiji, who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. Gandhiji said, in cloth and food every nation should be self-contained. We were self-contained and want to be so again. എന്താണ്, ആദ്യം ചാർലി ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയാണ്? സ്പിന്നിങ് വീലിനെ പറ്റിയാണ്. ചക്രയിൽ ഡ്രസ്സ് തുന്നുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ യന്ത്രങ്ങൾക്ക് എതിരായി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ ക്വസ്റ്റ്യന് ഗാന്ധിജി എന്താണ് മറുപടി കൊടുത്തത്? 6 മാസത്തോളമായി പ്ലസൻറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കർഷകരാണ് പ്ലസൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ കർഷകർ അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലായ്മ അനുഭവിക്കുകയാണ് ഇവിടെ ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ദാരിദ്ര്യമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം അതിനെല്ലാം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിന് എതിരെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി പറയുകയാണ്, ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. ഒരു രാജ്യത്തിൻ്റെ സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ സ്വയം
ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്വയം ഉൾക്കൊള്ളുക എന്നാണ്. ഒരു രാജ്യത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും സ്വയം തന്നെ എന്ത് ചെയ്യണം, അവർ നിർമ്മിക്കണം, അല്ലെങ്കിൽ സ്വയം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വി ആർ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ. നമ്മൾ സ്വയം ഉൾക്കൊള്ളുന്നവരായാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് ഗാന്ധിജി പറയുകയാണ്. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's Indian Council in Morley College Hall. At this meeting, Gandhi took the opportunity of correcting various notions about the women of India. He presented a vivid picture of the heroic part they played during the freedom struggle. No hindrances have been placed in the way of their entering public life. For several years, when our organizations were declared illegal and those in charge of them put into prison, it was the women who came to the forefront and filled the jails. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം പോകുന്ന വഴി അദ്ദേഹം ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രാൻസിലെ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു, രണ്ടാമത് ആരെ മീറ്റ് ചെയ്തു, ചാർലി ചാപ്ലിനെ മീറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി അടുത്തത് അവിടെയുള്ള കുറച്ച് സ്ത്രീകൾ, ഒരു ഓർഗനൈസേഷൻ ഗാന്ധിജിയെ അഡ്രസ്സ് ചെയ്യുകയാണ്, ഗാന്ധിജിയെ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പം ഗാന്ധിജി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ നടക്കുന്നത് മോർലി കോളേജ് ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ മീറ്റിങ്ങിൽ വെച്ച് ഗാന്ധി ടുക്ക് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് കറക്റ്റിംഗ് വേരിയസ് നോഷൻസ് അബൌട്ട് ദ വുമൺ ഓഫ് ഇന്ത്യ. നോഷൻസ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, സ്ത്രീകളെ പറ്റി, ഇന്ത്യയിലെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗാന്ധിജി തീരുമാനിച്ചു. ഹി പ്രസൻറ്റഡ് എ വിവിഡ് പിക്ചർ ഓഫ് ദ ഹീറോയിക് പാർട്ട് ദേ പ്ലേഡ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ. അദ്ദേഹം വിവിഡ് പിക്ചർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിലെ സ്ത്രീകളെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്ത്രീകളെ പറ്റി അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. നോ ഹിൻഡ്രൻസസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിങ് പബ്ലിക് ലൈഫ്. ഹിൻഡ്രൻസസ് എന്നുള്ള തടസ്സം, അവർക്ക് പബ്ലിക് ലൈഫിലേക്ക് വരാൻ വേണ്ടി ഒരു തടസ്സവും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ സെവറൽ ഇയേഴ്സായിട്ട് അവർ ഒരുപാട് ഓർഗനൈസേഷൻസും അവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. വേർ ഡിക്ലെയർഡ് ഇല്ലീഗൽ ആൻഡ് ദോസ് ഇൻ ചേഞ്ച് ഓഫ് ദം പുട്ട് ഇൻ ടു പ്രിസൺ. അതുപോലെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് അവർ ബ്രിട്ടീഷുകാർ ജയിലിൽ പിടിച്ചിടാനും ഒക്കെ തുടങ്ങി. ഇറ്റ് വാസ് ദ വുമൺ ഹൂ കെയിം ടു ദ ഫോർ ഫ്രണ്ട് ആൻഡ് ഫിൽഡ് ദ ജയിൽസ്. അന്നത്തെ കാലത്ത് സ്ത്രീകളെ കൊണ്ടായിരുന്നു ജയിലുകളുടെ പ്രിസണുകളെല്ലാം നിറഞ്ഞിരുന്നത്. അപ്പം അത്രയും നല്ല രീതിയിൽ ഇന്ത്യയിലെ സ്ത്രീകൾ പുറത്തേക്ക് വന്നിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടിയിരുന്നു എന്നാണ് ഗാന്ധിജിയുടെ പറയുന്നത്. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. They took part in processions, defied the law, and bore the lathi blows without raising a little finger. It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathis blows to the head, bleeding profusely, whilst standing unflinchingly, ordering their companion not to move. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. അവരുടെ വീടുകളിൽ നിന്ന് അവേക്കനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഉണർവ് കിട്ടിയതുപോലെ അവരെന്ത് ചെയ്തു, വെളിയിലേക്ക് വരികയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ദേ ടുക്ക് പാർട്ട് ഇൻ പ്രൊസഷൻസ്. പ്രൊസഷൻസ് എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര. അവർ ഘോഷയാത്രകളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ബോർ ദ ലാത്തി ബ്ലോസ്, അവർക്ക് ഒരുപാട് ലാത്തി ചാർജുകൾ കിട്ടുകയും വിത്തൗട്ട് റൈസിങ് എ ലിറ്റിൽ ഫിംഗർ, എന്നിട്ട് പോലും അവർ ഒരു ചെറുവിരൽ അനക്കാതെ അവർ ആ ഘോഷയാത്രകൾ അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റുകൾ, സ്ട്രഗിളുകൾ അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലേൺ വുമൺ ലൈക്ക് സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ പോലെ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് സ്ത്രീകൾ, അൺലിറ്റേഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളും ഈ ഒരു സ്ട്രഗിൾസിൽ ഉണ്ടായിരുന്നു. ആൻഡ് അവർ ലാത്തി ചാർജിൽ പെട്ടിട്ട് അവരുടെ തലയിൽ നിന്ന് ബ്ലീഡിങ് വരാൻ, സമൃദ്ധമായി, പ്രൊഫ്യൂസ്ലി എന്ന് പറഞ്ഞാൽ സമൃദ്ധമായി ബ്ലീഡിങ് വരാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ സ്റ്റാൻഡിങ് അൺഫ്ലിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു അടി പോലും അവർ പിൻവാങ്ങാതെ ആ ഓരോ പ്രൊട്ടസ്റ്റിനെതിരെയും അവരെന്ത് ചെയ്തു, നിലകൊണ്ടു എന്നാണ് പറയുന്നത്.
ഇനി 7th paragraph. About Indian independence, Gandhiji made his point of view clear at many a meeting. I am not here to beg for independence, but I have come as a result of last year's suffering. There is no such thing as a gift of independence from one nation to another. I am here to testify that we shall continue the process of self-sacrifice until at last no Britisher will want to remain in India as a ruler. എന്താണ് അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അദ്ദേഹം ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയാണ്. ഗാന്ധി മെയ്ഡ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ അറ്റ് മെനി എ മീറ്റിംഗ്. എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഐ ആം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഞാനിവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കാൻ വന്നത് അല്ല. ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയർ സഫറിങ്. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ സഫറിങ്സ് തുടരും. ദർ ഈസ് നോ സച്ച് തിങ്സ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം ഓൺ നേഷൻ ടു അനദർ. ഓരോ രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ എന്താണ്? ഗിഫ്റ്റാണ്. ഐ ആം ഹിയർ ടു ടെസ്റ്റിഫൈ ദാറ്റ് വി ഷോൾ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ്. ഞാൻ എന്ത് ചെയ്യും? ഈ ത്യാഗം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് വരെ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടും വരെ. അൺടിൽ അറ്റ് ലാസ്റ്റ് നോ ബ്രിട്ടീഷർ വിൽ വാണ്ട് ടു റിമെയിൻ ഇൻ ഇന്ത്യ ആസ് എ റൂളർ എന്ന് വരെയാണ്. ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കണ്ട എന്ന് തോന്നുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. At the Federal Structure Committee at the Round Table Conference, Gandhiji spoke about his dream of independent India. If I want freedom for my country, I do not want that freedom in order that I may exploit any other race upon earth or any single individual. എന്താണ് പറയുന്നത്? At the Federal Structure Committee of the Round Table Conference, ഈ വട്ടമേശ സമ്മേളനം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റിയുടെ വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ് എന്തിനെ പറ്റി? ഹിസ് ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം പറയുകയാണ്. ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഓഫ് മൈ കൺട്രി, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഐ ഡു വാണ്ട് ദാറ്റ് ഫ്രീഡം ഇൻ ഓർഡർ ദാറ്റ് മേ ഐ എക്സ്പ്ലോയിറ്റ് എനി അതർ റേസ് അപ്പോൺ എർത്ത് ഓർ എനി സിംഗിൾ ഇൻഡിവിജ്വൽ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കും. Thus, Gandhiji, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence, which in his words was her birthright. The dream of independence was accomplished by his inimitable method of unwavering non-violence and non-cooperation. Thus, Gandhiji, along with all the other freedom fighters, Gandhiji മറ്റുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ പോലെ തന്നെ persuaded the British rulers to give India her legitimate independence. persuade എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ബ്രിട്ടീഷ് റൂളേഴ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. വിച്ച് ഇൻ ഹിസ് വേർഡ്സ് വാസ് ഹെർ ബർത്ത് റൈറ്റ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ജന്മാവകാശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഹിസ് ഇന്നിമിറ്റബിൾ മെത്തേഡ് ഓഫ് അൺവേവറിങ് നോൺ വയലൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വപ്നം ഇന്നിമിറ്റബിൾ മെത്തേഡാണെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അൺവേവറിങ് നോൺ വയലൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ. അൺവേവറിങ് എന്ന് പറഞ്ഞാൽ പതറാതെ അഹിംസയും അതുപോലെ നോൺ കോപ്പറേഷനും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുമെന്നാണ് ഗാന്ധിജി പറയുന്നത്. എക്സ്പേർട്സ് ഫ്രം ദ നേഷൻസ് വോയിസ്, എ കളക്ഷൻ ഓഫ് ഗാന്ധി സ്പീച്ചസ് ആൻഡ് മഹാദേവ് ദേശായി അക്കൗണ്ട്സ് ഓഫ് മഹാത്മാഗാന്ധീസ് ജേർണി ടു ഇംഗ്ലണ്ട്. മഹാത്മാഗാന്ധിജിയുടെ ഒരുപാട് പ്രസംഗങ്ങളിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തിനൊക്കെ പറ്റി? ആദ്യം ഫ്രാൻസിലെ കുട്ടികളെ, അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ടൂർ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രാൻസിലെ കുട്ടികളെ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി വിളിക്കുന്നു. അദ്ദേഹം അവിടെ പോകുന്നു. അവിടെ വിദ്യാഭ്യാസവും നോൺ വയലൻസും തമ്മിലുള്ള ബന്ധം അദ്ദേഹം പറയുന്നു. അതിനുശേഷം ചാർലി ചാപ്ലിനെ കാണുന്നു. അവിടെ മെഷീനറിക്ക് എതിരെ അദ്ദേഹം നിൽക്കാനുള്ള കാരണം പറയുന്നു. എന്താണ്? ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ കർഷകരുടെ ദാരിദ്ര്യത്തെ പറ്റിയും അതുപോലെ ഓരോ നേഷനും എന്താണ് വസ്ത്രവും
വസ്ത്രവും ആഹാരവും സ്വയം ഉൾക്കൊള്ളുന്നവരായിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ 3-ാമത്തെ പാർട്ടിൽ ഗാന്ധിജി എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പോകുന്നു. അവിടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പോരാടുന്ന സ്ത്രീകളെ പറ്റി അദ്ദേഹം പറയുന്നു. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.